നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് പേരൂർക്കടയിലാണ്. പേരൂർക്കടയിലുള്ള ഒരു റെഡ് ബ്രിക്സിലെ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീട് വരുന്ന കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പേരൂർക്കട നമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 800 മീറ്ററാണ് മാറിയിട്ട് ഈ വീട് വരുന്നത്. ഈ വീട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് റെഡ് ബ്രിക്സ് നമുക്ക് ചുടുകട്ടയിലാണ് വീട് പണിതിട്ടുള്ളത്. കോർപ്പറേഷൻ പരിധിയിലേക്ക് വീട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് 6 സെൻറ്റിലാണ് ഇരിക്കുന്നത്. 2800 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. കൂടാതെ 4 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. താഴെ 2 ബെഡ്റൂമും അതേപോലെ വീടിൻ്റെ മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെയാണ് രണ്ട് ബെഡ്റൂമായിട്ട് 4 ബെഡ്റൂമായിട്ട് നമുക്ക് ഈ വീടിന് വരുന്നത്. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്ക് ഒരു 8 കിലോമീറ്ററാണ് നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിലോട്ട് ആക്സസ് ചെയ്തത്. നമുക്ക് ട്രിവാൻഡ്രം തമ്പാനൂരൊക്കെ പോകാനായിട്ട് ഒരു 8 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ മെയിനായിട്ടുള്ള വിശേഷം വരുന്നത്. അപ്പം നമുക്ക് പുറമേ നോക്കുമ്പോഴത്തേക്ക് ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ വീടാണ്. വൈറ്റും നമുക്ക് ഇവിടെയായിട്ട് നമുക്കൊരു ബ്രൗൺ കളറും കൂടെ തീമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴായിട്ട് നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഗേറ്റ് തുറന്ന് അകത്തോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഗേറ്റ് തുറന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വ്യൂ ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസിൽ വീടിൻ്റെ ഫ്രണ്ട് ഏജ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വീടിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആ പോർഷനിലായിട്ട് ചെറിയൊരു ഗാർഡനും നമുക്ക് ചെടിയൊക്കെ വയ്ക്കാൻ വേണ്ടി ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പൈപ്പിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 കാർ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ ഒരു കവേർഡ് പാർക്കിംഗ് ഉണ്ട്. അല്ലാതെ ഇവിടെ ഒരു കാർ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന വിശേഷം. അടുത്ത് നമുക്ക് ഇതിൻ്റെ സിറ്റ് ഔട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത്. നമുക്കൊരു L ഷേപ്പിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് സിറ്റ് ഔട്ടിന് കൊടുത്തിട്ടുള്ളത്. 10x15 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ്. നമുക്കിവിടെ ചെയറൊക്കെ ഇടാനും നല്ലൊരു ലുക്കിൽ നമുക്ക് ഇവിടെ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ വിൻഡോ വരുന്നത്. നമുക്ക് ഫുള്ള് തേക്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ഭാഗത്തും ഇവിടെ നമുക്ക് ഫ്രണ്ട് ഡോറെല്ലാം തേക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ പ്രൊജക്ടർ ലൈറ്റും ബട്ടർഫ്ലൈയുടെ ഡിസൈനൊക്കെയുള്ള വാൾ ഹാങ്ങിങ് ലൈറ്റൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ് ഡോറ് വരുന്നത്. തേക്കിൽ പണി ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഡബിൾ ഡോറാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നല്ലൊരു ലുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ലിവിങ് ഏരിയയാണ് വരുന്നത്. അപ്പം ഇതാണ് വീടിൻ്റെ ആ ഒരു ലിവിങ് ഏരിയ. 2 ഫാന് നമുക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. കജേരയുടെ ടെയിലാണ് നമുക്കിവിടെ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പാറ്റേണും ഡിസൈനിലുള്ളതായതുകൊണ്ട് വീടിന് നന്നായിട്ട് അത് യോജിക്കുന്നുണ്ട്. ആ ഒരു കളറിങ് എല്ലാം നന്നായിട്ട് യോജിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത് 15x10 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെയായിട്ട് തന്നെ നമുക്കൊരു നല്ല ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ടി വി യൂണിറ്റ് എല്ലാം വരുന്നത് മറൈൻ പ്ലൈവുഡിലാണ്, ലാമിനേറ്റ് ചെയ്തിട്ടുള്ള മറൈൻ പ്ലൈവുഡിലാണ് അതിൻ്റെ മെറ്റീരിയൽ എല്ലാം വരുന്നത്. നല്ല അത്യാവശ്യം വലിയ ടി വി വരെ വയ്ക്കാൻ വേണ്ടി കണക്കാക്കിയുള്ള വലിയൊരു ടി വി യൂണിറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നമുക്ക് കയറി വരുമ്പോൾ ഉള്ള ഡോർ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ വരുന്നത്. 15x10 സൈസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. നല്ലൊരു സ്പേസ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ കിട്ടുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു സൈസിൽ വരുന്ന നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയ 15x10 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. കൂടാതെ ഇവിടെയാണ് നമുക്ക് DB യൂണിറ്റ് വരുന്നത്.
ഓക്കെ, ഇതാണ് DB യൂണിറ്റ് വരുന്നത്. 3 ഫേസ് കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുന്നത് വ്യൂ, ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് വരുന്നത്. ആ ഭാഗത്ത് നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്ക് കയറി വരുമ്പോൾ ഉള്ള ലിവിങ് ഏരിയ, പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഡൈനിങ് ഏരിയയാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ ചെറിയൊരു പോർഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവേർട്ടറോ വേറെ എന്തെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു പോർഷൻ വെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫിഷ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു സ്പേസിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ചെടിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജാഗ്വറിൻ്റെ പ്രോഡക്റ്റാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ചെടി വന്നിട്ട് നമുക്ക് വീട്ടിൽ വയ്ക്കുന്നത് മറ്റേ ഇൻഡോർ വയ്ക്കുന്ന പ്ലാന്റ് ആണ്. മറൈൻ പ്ലൈവുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കബോർഡ്സുകളാണ് ഇവിടെ വരുന്നത്. നല്ലൊരു ലുക്ക് നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് തീമും വൈറ്റ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗി അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത്. നമുക്ക് ലിവിങ് ഏരിയ ഈ ഒരു സൈഡിലും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. 12x10 ഡയമെൻഷനിലുള്ള ഒരു കിച്ചണാണ്. നമുക്ക് അത്യാവശ്യം ഈ ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു കളർ തീമാണ്. വൈറ്റും ഒരു ലൈറ്റ് കളറുള്ള ഒരു ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷനുള്ള ഒരു കളറും കൂടെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. നല്ല അട്രാക്ഷൻ നമുക്ക് അതുകൊണ്ട് കിട്ടുന്നുണ്ട്. നമുക്ക് മുകളിലായിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റ് പോലതും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്ന കബോർഡ് നമുക്ക് ഫുള്ള് വരുന്നത് മറൈൻ പ്ലൈവുഡിലാണ് വരുന്നത്. നമുക്കിതിൻ്റെ നമുക്ക് പിടിയെല്ലാം ഹാൻഡിൽസ് എല്ലാം വരുന്നത് അലുമിനിയത്തിലാണ്. കൂടാതെ മറൈൻ പ്ലൈവുഡിലാണ് ഈ ഒരു ഇതിൻ്റെ ഫുള്ള് മെറ്റീരിയൽ വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഇലക്ട്രിക് ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻസർ ടൈപ്പിലുള്ള ഒരു ഇലക്ട്രിക് ചിമ്മിനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതാണ് നമുക്ക് വാഷ് ബേസിൻ യൂണിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെയായിട്ട് കുറച്ച് സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള അതായത് ഇതേപോലത്തെ ഡ്രോയർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിൽ നല്ല കബോർഡ്സ് വർക്കെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അങ്ങനെ ധാരാളം സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മുകളിലായിട്ടും ധാരാളം കബോർഡുകൾ, മുകളിലും ധാരാളം കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട്. ഒരു ചെറിയൊരു വർക്ക് ഏരിയയാണ്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വാഷ് ബേസിൻ കൗണ്ടർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സെയിം നമുക്കിവിടെ മുകളിലായിട്ടൊക്കെ നമുക്ക് കബോർഡുകൾ വരുന്നുണ്ട്. നമുക്ക് പുറത്തായിട്ട് ഈ ഒരു സൈഡിൽ നമുക്കൊരു സർവൻ്റ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നനകല്ല് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ളൊരു വ്യൂ ഇതാണ് വരുന്നത്. നമുക്ക് വീടിൽ നിന്ന് ഇപ്പോൾ കയറി വരുന്ന ഭാഗം അവിടെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മെയിനായിട്ട് നമ്മൾ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, പിന്നെ കിച്ചണായിട്ട് കണ്ടു. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമും കൂടെ ഒന്ന് കാണാം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റത്തെ ബെഡ്റൂം നമുക്കൊന്ന് കാണാം. അപ്പോൾ 12x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂം, ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ വലിയൊരു വിൻഡോ, നമുക്ക് പുറത്തോട്ടുള്ള ഒരു വ്യൂ കിട്ടുന്ന വലിയൊരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ വിൻഡോ ഉണ്ട്. പിന്നെ മുകളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് സീലിംഗ് വർക്കായിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യേക പാറ്റേണിലാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് കബോർഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മെറ്റീരിയൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെറ്റീരിയലാണ്, മറൈൻ പ്ലൈവുഡിലാണ് ഈ കബോർഡ്സുകൾ വരുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു മിറർ, ഒരു വലിയൊരു മിറർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കണ്ടാൽ താഴെ വരെ നല്ല ലെങ്ത്തിൽ ചെയ്തിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ഈ ലൈറ്റ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ നമുക്ക് ഈ ഒരു വ്യൂ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. നമുക്കപ്പോൾ ബാത്റൂം PVC ഡോറിലാണ് വരുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം.
ഇതാണ് ബാത്റൂം വരുന്നത്. നല്ല സ്പേസ് ഉണ്ട്. ബ്രാൻഡഡ് ടെക്നിക്സ് ആണ് ബാത്റൂമിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് വാഷ് ബേസിൻ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ആക്സസറീസും നമ്മൾ നോർമലി കാണുന്ന എല്ലാ ആക്സസറീസുകളും ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. തറ അതേപോലെ ഗ്രിപ്പ് കിട്ടുന്ന പോളിഷിങ് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് നമുക്ക് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ബാത്റൂമിന് വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഡൈനിങ് ഏരിയയുടെയും കിച്ചൻ്റെയും ഓപ്പൺ കിച്ചൻ്റെയും സൈഡിലായിട്ട് വാഷ് ബേസിൻ യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നമുക്ക് 15x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. ഓക്കെ, ഇതാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഒരു വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. അത് മറൈൻ പ്ലൈവുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് ആണ്. പിന്നെ നമുക്ക് മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് തന്നെയാണ് ഈ ഒരു വീട്ടിന്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വ്യൂ വരുന്നത്. പിന്നെ സൈഡിലായിട്ട് 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു മിറർ നമുക്ക് ഈ ഒരു ഭാഗത്തും ഒരു വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഒന്ന് നോക്കാം. സെയിം നേരത്തെ അവിടെ ഇട്ടിരുന്ന അതേ ഡോർ ടൈപ്പാണ്, PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫിറ്റിങ്സും കളറും എല്ലാം സെയിം ആയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം ടൈപ്പിലുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഇത് വരുന്നത്. നമ്മളവിടെ കണ്ട സെയിം പാറ്റേണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. അത് എവിടെയായിട്ട് സ്റ്റോറേജ് നമുക്ക് വയ്ക്കാനുള്ള സ്പേസ് ബാക്കിയെല്ലാം തന്നെ നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു പാറ്റേണിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ടെയിലും അതുപോലെ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പാണ്. അപ്പോൾ അതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന വിശേഷം വരുന്നത്. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്ന സ്റ്റെയർ എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് ലിവിങ് ഏരിയയുടെ ഇപ്പുറത്തായിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഫ്രണ്ടിൽ നിന്നാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കയറി പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഹാൻഡ് റീൽസ് ഫുള്ള് തേക്കും ഗ്ലാസും യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് റീൽസാണ്. അത് മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലെ കാഴ്ചകളിലോട്ട് പോവാം. നമുക്ക് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. തേക്കിൽ കംപ്ലീറ്റ് ചെയ്തതാണ് ഹാൻഡ് റീൽസ് എല്ലാം വരുന്നത്. മുകളിൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് മുകളിൽ കിട്ടുന്നുണ്ട്. കണ്ടോ, നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമുക്ക് ഈ ലിവിങ് ഏരിയ വരുന്നത് 25x15 ഡയമെൻഷനിൽ ഉള്ളതാണ്. നല്ല ഒരു വലിപ്പത്തിൽ ആ ഒരു ഏരിയ ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് നമുക്ക് സീലിംഗ് വർക്ക് വരുന്നത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു മുകളിലാണ് സീലിംഗ് വർക്കെല്ലാം അങ്ങനെയാണ് വരുന്നത്. നമ്മൾ കയറി വരുമ്പോഴുള്ളത് ഈ ഒരു വ്യൂ ആണ്. നമുക്ക് അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കയറി മുകളിലോട്ട് വന്നത്. സ്റ്റെയർ കയറിയിട്ടാണ് നമ്മൾ മുകളിലിങ്ങനെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ആ ഒരു ബെഡ്റൂം 2 കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റത്തെ ബെഡ്റൂം നോക്കാം. 15x15 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു വീടിൽ നമുക്ക് ഈ ഒരു ബെഡ്റൂമാണ് ഏറ്റവും വലിപ്പമുള്ള ഒരു ബെഡ്റൂം വരുന്നത്. 15x15 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമായിട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ്. നല്ല വലിപ്പം ഈ ഒരു ബെഡ്റൂമിനാണ്. നമുക്ക് മൊത്തം 4 ബെഡ്റൂം ഉള്ളതിൽ നല്ല വലിപ്പമുള്ളത് ഈ ഒരു ബെഡ്റൂമിനാണ്. പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് തന്നെ നമുക്കൊരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിൽ വേറൊരു വിൻഡോയും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വ്യൂ ആണ് വരുന്നത്.
ഇവിടെ ആയിട്ടാണ് നമുക്ക് വാൾഡ്രോബ്സ് വരുന്നത്. പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറൈൻ പ്ലൈവുഡാണ്. പിന്നെ ഇവിടെ നമുക്ക് മിറർ കൊടുത്തിട്ടുണ്ട്, കബോർഡ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കൂടെ നോക്കാം. PVC ഡോർ തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ട അതേ പാറ്റേണിലുള്ള PVC ഡോറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വലിപ്പത്തിനുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ബാക്കി ഗ്രിപ്പുള്ള ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫിറ്റിങ്സ്, ബ്രാൻഡ് ഫിറ്റിങ്സ്, ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ കൗണ്ടറുണ്ട്, മിറർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ വലിപ്പം ഉണ്ടെന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ ആയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്, നല്ല വലിപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ലാസ്റ്റത്തെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ പോകാം. അത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അതിന് മുമ്പേ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ കീപ്പ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് അതിനുള്ള ഔട്ടർ ലൈന് നമുക്കിവിടെ ആയിട്ട് കറണ്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ളതും ഓപ്ഷനായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ടാണ് നമുക്ക് ലാസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. അപ്പം ഈ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് 15x12 ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂം 15x12 ഡയമെൻഷനിലാണ് വരുന്നത്. ഇവിടെ ആയിട്ടൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അതേ പാറ്റേണിലുള്ള നമുക്ക് മിററും ബാക്കി സംഭവങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു PVC ഡോർ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും നമുക്ക് ഈ ഒരു ടൈപ്പ് തന്നെയാണ് PVC ഡോർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സെയിം നമ്മൾ നേരത്തെ കണ്ട പാറ്റേണിലുള്ള അത് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിങ്സും ബാക്കി മിററും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഗ്രിപ്പുള്ള ടൈപ്പ് ടൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് വീടിൻ്റെ 2 ബെഡ്റൂമിൻ്റെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ബാൽക്കണി ഏരിയ കൂടെ നോക്കാം. നമുക്ക് ആ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. നമുക്ക് ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് പുറത്തോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ നമുക്ക് ബാൽക്കണി ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 17x15 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത്. മുകളിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊജക്ടർ ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു ഏരിയ നമുക്കിവിടെ ഒരു ബാൽക്കണിക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് 2 പാമ്പിൻ്റെ 2 ചെടിയും വെച്ചിട്ടുണ്ട്. സ്റ്റീലും ഗ്ലാസും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ഒരു വ്യൂ വരുന്നത്. ആ ബാൽക്കണി ഏരിയയിൽ നിന്ന് നമുക്ക് അകത്തോട്ട് പ്രവേശിക്കുന്ന ലിവിങ് ഏരിയ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിശേഷം വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ വീടിൻ്റെ പ്രൈസാണ്. എത്ര രൂപയാണ് നമുക്ക് ഈ വീടിനാകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വീട് വരുന്നത് 1,75,00,000 നമുക്ക് ഈ ഒരു വീടിന് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളാണ്, നിങ്ങൾക്ക് വിളിച്ച് അത് സംസാരിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഫുൾ ക്യാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വന്ന് നിങ്ങൾക്ക് വീട് കാണുന്നെങ്കിൽ കാണാം. അഥവാ ലോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോൺ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഇട്ട 2 വീടും നമ്മൾ ചുടുകട്ടയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 2 വീടുകളാണ്. റെഡ് ബ്രിക്സിൻ്റെ വീടായിട്ട് നോക്കുന്ന പല കസ്റ്റമറും നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു വീട് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള, നിങ്ങൾക്ക് ലോ ബഡ്ജറ്റുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങൾ തരും. നിങ്ങൾക്ക് വന്ന് കണ്ട് അത് നോക്കി തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ വീട് വയ്ക്കാനും ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീടൊക്കെ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കത് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.